ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 24 ഫെബ്രുവരി 2026. ഇന്നലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ ഒരു ഓഹരി IDFC ഫസ്റ്റ് ബാങ്ക് ആയിരുന്നു. IDFC ഫസ്റ്റ് ബാങ്കിൽ ഹരിയാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ 590 കോടി രൂപയുടെ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇന്നലെ സ്റ്റോക്ക് നല്ല ഏകദേശം 16% ഇന്നലെ ക്രാഷ് ചെയ്തത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഓണാണ്. അവരുടെ ഓഡിറ്റേഴ്സ് ഇൻ ഫോറൻസിക് ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ മറ്റൊരു ഷോർട്സിലൂടെ പറഞ്ഞതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഹരിയാന ചീഫ് മിനിസ്റ്റർ നായബ് സിംഗ് സൈനി തന്നെ ഒരു പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് 556 കോടി രൂപ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. വിത്തിൻ 24 hours IDFC ഫസ്റ്റ് ബാങ്ക് അത് തിരിച്ചു കൊടുത്തിരിക്കുന്നു. 22 കോടി രൂപയുടെ ഇൻട്രസ്റ്റും അതിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പുതിയ സ്ഥിരീകരണം. സോ ഇത് ബാങ്കിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ്. കാരണം പോയിരിക്കുന്ന ഒരു ക്രെഡിബിലിറ്റി പെട്ടെന്ന് 24 മണിക്കൂർ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റി എന്നുള്ളത് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇതിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, ഈ കൊടുത്തിരിക്കുന്നത് ഇത് ഫോറൻസിക് സിസ്റ്റം, ഫോറൻസിക് അക്കൗണ്ടിങ് ഓണാണ്, അല്ലെങ്കിൽ ഫ്രോഡ് എങ്ങനെയാണ് നടന്നിരിക്കുന്നത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓണാണ്. അതിൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തിയത്, എങ്ങനെയാണ് ഈ തിരിമറി നടന്നിരിക്കുന്നത് എന്നൊക്കെ തന്നെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ബാങ്ക് ഇത് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു ഇൻവെസ്റ്ററുടെ പൈസയാണ്, ഒരു ഡെപ്പോസിറ്റിൽ നിന്നുള്ള പൈസയാണ് പോയതെങ്കിൽ നമുക്കറിയാം മാസങ്ങളോളം ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരും. ഇതിപ്പോൾ സർക്കാർ ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ കൊടുത്ത് ബാങ്ക് അവരുടെ ക്രെഡിബിലിറ്റി രക്ഷിച്ചത്. അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഗുഡ്വില്ലും കാര്യങ്ങളൊക്കെ തന്നെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ഈ പൈസ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, ബാങ്കിന് യഥാർത്ഥത്തിൽ ഈ പൈസ തിരിച്ച് കിട്ടുന്നുണ്ടോ, ഇൻഷുറൻസ് റിക്കവറി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. സോ ഏതായാലും ബാങ്ക് തിരിച്ചു കൊടുത്തു 559 കോടി രൂപ വിത്ത് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അതിന് പുറമെ ബാങ്ക് അറിയിച്ചിരിക്കുന്നത് ഈ ഫോറൻസിക് ഓഡിറ്റിംഗ് തുടരും, നമ്മുടെ അന്വേഷണം തുടരും, പോലീസ് അന്വേഷണം തുടരും. അതുപോലെ തന്നെ ബാങ്കിൻ്റെതായിട്ടുള്ള പ്രൈവറ്റ് രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ആശ്വാസമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് AU സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം AU സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു ഊഹാപോഹം ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള തിരിമറികൾക്കുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇന്ന് ഈ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ഈ കാര്യം പറയുന്ന സമയത്ത് വേറെ ഒരു ബാങ്കിൻ്റെയും പേരുകൾ പരാമർശിച്ചില്ല. സോ അതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഒരു അവസാന നിമിഷങ്ങളിൽ മാർക്കറ്റിൽ അറിയാൻ നമുക്കൊരു ആശ്വാസം എന്ന് പറയില്ലേ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു ആശ്വാസം കൊണ്ടായിരിക്കാം AU സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഒരു ചെറിയ റിക്കവറി കണ്ടിരുന്നു. സോ ഇന്ന് IDFC ഫസ്റ്റ് ബാങ്ക് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 70 രൂപക്ക് സമീപത്താണ്. സോ എനിക്ക് തോന്നുന്നു ഇതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് മാർക്കറ്റ്. ഏതായാലും ഈ തിരിച്ചു കൊടുത്തിരിക്കുന്ന പൈസ എങ്ങനെയാണ് ബാങ്ക് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും Q4 അറിയാൻ സാധിക്കും.